ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. ഇന്ന് ഗോഡസ് കരമന ആരാങ്കൽ വോക്ക് വേ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രംകാർക്കൊക്കെ ബേസിക്കലി അറിയാം. ഇതിൽ എത്ര പേര് വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റീൽസിലൊക്കെ ഹിറ്റായ ഒരു ഇടമാണ്. ഞാനും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പല ഫ്രെയിംസ് ഇത് ഞാനും റീൽസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വോക്ക് വേയിലേക്ക് പോകുന്ന എൻട്രൻസ് ഒക്കെ നേരത്തെ കാണിച്ച. ആ സൈഡിലായിട്ട് ഇരിക്കാൻ അത്യാവശ്യത്തിനൊരു പാർക്ക് ലൈക്ക് ഏരിയ ഉണ്ട്. വീണ്ടും ഞാൻ റീവൈൻഡ് ചെയ്തു കാണിക്കുന്നതാണ്. കഴമനേന്ന് നമ്മുടെ ഗോപു നന്ദലത്തിൻ്റെയും പിന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രം ഇടത്തെ സൈഡിൽ പലർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഇടത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ആർച്ച് കാണും. അതിൽ കൂടെ നേരെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ മതി. അത്യാവശ്യം ലവ് ബേർഡ്സ്, കപ്പിൾമാർ എന്നിവരൊക്കെ ഇവിടെ വിഹാരിക്കുന്ന സ്ഥലമാണ്. കാരണം നമ്മുടെ കോളേജ് അപ്പുറത്തുണ്ട്, നിറമങ്കര. താഴെ അത് കംപ്ലീറ്റ് ഒരു 6 ലൈക്ക് അപ്പിയറൻസ് ആണ്, 6 അപ്പുറത്ത് നിറമങ്കര കോളേജുണ്ട്. പിന്നെ ഒട്ടുമിക്ക കപ്പിൾസിനും അറിയാവുന്നൊരു ഫേവറേറ്റ് സ്പോട്ടാണ് ട്രിവേങ്കാരുടെ. അപ്പോൾ അവരിവിടെ വന്നിരിക്കും. അപ്പോൾ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും എടുക്കുക. കാരണം അതൊരു കൺസേൺ ആണ്. കാരണം അവർ പാത്തും പതുങ്ങിയും വന്നിരിക്കുമ്പോൾ വ്ളോഗിങ് നമ്മുടെ ഒരു പാഷനാണ്. പക്ഷേ അവർ പിടിക്കപ്പെടുമല്ലോ, അവരുടെ വേണ്ടപ്പെട്ടവരെങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനൊരു ടാസ്ക്കാണ്. പിന്നെ ഇറങ്ങി വരുമ്പോൾ ഞാൻ കാണിച്ചില്ല, വലത്തെ സൈഡ് പാർക്ക് മീൻസ് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ നേരെ അങ്ങ് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങ് നേരെ അങ്ങോട്ടും കയറി പോയച്ചാൽ മതി. ഉള്ളിലോട്ടാണ് കുറച്ചുകൂടെ ഭംഗി, ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും. കമോൺ ഗോഡസ് നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ പഠിച്ചതൊക്കെ നമ്മുടെ നിറമങ്കര കോളേജായിരുന്നു, അപ്പുറത്തായിരുന്നു ഗ്രാജുവേഷനൊക്കെ. പക്ഷെ അന്നേരം ഒന്നും ഇങ്ങനൊരു സുന്ദരമായ പാർക്കില്ല. ഇപ്പോൾ ഭയങ്കര ഡെവലപ്ഡായി കഴമന മൊത്തത്തിൽ. ഇതേ വണ്ടികൾ ആ മൂടിയിട്ടിരിക്കുന്ന വണ്ടിയുടെ അവിടം വരെ കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞ് 3 പച്ച കമ്പി ടൈപ്പാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആൾക്കാർക്ക് മാത്രമേ നടന്നു പോകാൻ പറ്റൂ. കാരണം അതൊരു വോക്ക് വേ അല്ലേ. ഇപ്പോൾ അങ്ങ് അറ്റം വരെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾ കംപ്ലീറ്റ് പോയ പ്രശ്നമാകും. പിന്നെ ഈ വോക്ക് വേയിൽ കയറുമ്പോൾ എനിക്ക് മനോഹര അന്തരീക്ഷമാണെങ്കിൽ ഇതിൽ ചിലവരുടെ ചിന്താഗതി എത്ര മനോഹരമല്ല ഡിയേഴ്സ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനിവിടെ റീൽസ് എടുക്കാൻ വന്ന സമയം ഫ്രണ്ടിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു. ആ സൈഡ് ഞാൻ കാണിച്ച സൈഡൊക്കെ ഇരിക്കുന്നതൊക്കെ, വലത്തെ സൈഡ് ഇരിക്കാൻ സ്ഥലമുണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് എനിക്ക് അവിടെ ആൾക്കാർ നേരത്തെ വന്നിരുന്നവരാണ്, പബ്ലിക് പ്ലേസ് ആണെങ്കിൽ പോലും. അപ്പോൾ എനിക്ക് ഫ്രെയിമിൽ അവർ വരുന്നതോ ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമാകൂല. വ്ളോഗ് കണ്ട് കേൾക്കാനും ഇഷ്ടമാണെങ്കിലും ചിലർക്ക് എൻ്റെ ഭാഗമാകും ഇഷ്ടമാവില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു. തിരിച്ച് എനിക്കും എൻ്റേതായ പ്രൈവസി തരണമെന്ന്, മറ്റുള്ളൊരു റെസ്പെക്റ്റ് ചെയ്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങേ അറ്റം വരെ പോയി, ഇവിടെ ആളിരിക്കുന്നതോടെ ഞാൻ അങ്ങ് അറ്റം വരെ പോയി. ഒരു ടർഫിൻ്റെ ഒക്കെ സൈഡ്, അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ സൈഡ്, ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ഈ നമ്മുടെ ചേച്ചിയും ചേട്ടന്മാരിരിക്കുന്ന പോലെ ഒരു ചെക്കൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങ് അറ്റത്തെവിടെയോ, ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഇരുന്നയാൾ ഞാൻ മാത്രമല്ല അകത്തോട്ട് കയറി പോകുന്നത്. അത് കണ്ടതുകൊണ്ട് എൻ്റെ ബാക്കിൽ വച്ചടിച്ച പോലെ വന്നിന്ന് അവിടെ വന്നിന്ന് ഭയങ്കര അങ്ങ് തോന്തരികിടന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഹോർമോണൽ പ്രോബ്ലമാണ്. പക്ഷെ പറഞ്ഞത് അവിടുത്തെ ലോക്കലാണ്. സോ വാട്ട്, ലോക്കലാണെങ്കിൽ നമുക്ക് എന്താ, ഈ പബ്ലിക് വോക്ക് വേ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന പൗരന്മാർക്ക് വേണ്ടി. അയാൾ അപ്പുറത്ത് വീടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ വീട്ടിനകത്തേക്ക് അതിർത്തി അധികാരം സ്ഥാപിക്കുക. ഇത് നമ്മുടെ ഒരു പബ്ലിക് വോക്ക് വേ. ഇവിടെ ഇപ്പം അയാളെ പോലും കവർ ചെയ്യാതെ അയാൾ കിട്ടരുത്, വീഡിയോയിൽ വന്ന് ന്യൂസൻസ് ഞാൻ ഉണ്ടാക്കരുതെന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങേറ്റ് പോയത്. അപ്പോൾ എൻ്റെ പുറകെ വന്നിന്ന് ഞാൻ റീലെടുക്കുന്ന ഫ്രെയിമിൻ്റെ അവിടെ വന്നിന്ന് മനഃപൂർവ്വം ചൊറിയണം, അവിടെ ആളാവണമെന്ന് വന്നയാളെ ഞാൻ വെറുതെ വിടണോ ഡിയേഴ്സ്? ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് എൻ്റെ റീലെടുക്കുന്ന സ്ഥലത്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് വേറെ ന്യൂസൻസ് ഈ ലോകത്തൊന്നും എനിക്ക് കിട്ടാനില്ല. അപ്പം ഞാനിവിടെ ആരും ഉപദ്രവിക്കാതെ ഒരിടത്ത് വന്ന് മാന്യമായിട്ടൊരു റീലെടുക്കാനാണ് വന്നത്. ആ റീൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എടുക്കുന്ന ഒരു ടർഫിൻ്റെ അടുത്തുള്ളൊരു കുർത്തിയും ജെഗിങ്സും ഇട്ടത്, ഒരു ഫുൾ ടോപ്പ് കുർത്തിയും ജെഗിങ്സും ഇട്ടത്. അപ്പം അങ്ങനെ ചൊറിയ വന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു, വീടൊക്കെ നിങ്ങൾ ലോക്കലായിരിക്കും, അപ്പുറത്ത് നിങ്ങൾ താമസിച്ചോളൂ, പക്ഷേ ഇതൊരു പബ്ലിക് വോക്ക് വേ ആണ്. ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല ആരെന്ത് ചെയ്യണമെന്ന്. ഞാനങ്ങനെ മാന്യമില്ലാത്തൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നു. അപ്പോൾ അതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എന്തോന്നാണ്, ഒരു സ്പേസിങ് ആണ്. അപ്പം നിങ്ങൾ എന്നെ ഇനി നിർദ്ദേശിക്കേണ്ട ഞാനിവിടെ എന്ത് ചെയ്യണത്. ആ കാണുന്ന വെള്ളച്ചാട്ടമാണ്, അതിമനോഹരമായ വെള്ളച്ചാട്ടം. കഥ പറഞ്ഞു വന്നപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി, സോറി. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട. ഇതൊരു പബ്ലിക് വോക്ക് വേ ആണ്. പിന്നെ എൻ്റെ പ്രൈവസിയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് താളം ചവിട്ടേണ്ട ആവശ്യമില്ല. എവിടെയാണോ പോയിരുന്നത് അവിടെ ഇരുന്നാൽ മതി. കാരണം ഞാൻ വരുന്നവരെ നിങ്ങൾ അവിടെയല്ലേ ഇരുന്ന്, എന്നെ കണ്ടപ്പോഴും എൻ്റെ ബാക്കിൽ വിട്ടു വന്നത്. പിന്നെ നിങ്ങൾ എൻ്റെ ഫോളോവറാണോ, എൻ്റെ IDs എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, അല്ല ആ ഒരു പരിചയം കൊണ്ട് വന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അപ്പം അയാൾ അങ്ങനെ ചെയ്തൊരു വ്യക്തിയല്ല. എനിക്ക് കണ്ടാലും അറിയാലോ ഒരുമാതിരിപ്പെട്ട എൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇതൊക്കെ. അപ്പോൾ എന്നാലും ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു. അപ്പം അങ്ങനെ ചില ഈവ് ടീസേഴ്സും ന്യൂൺ ടീസേഴ്സിനും വേണം പറയാം ഇവിടെ ഉണ്ട്. അവർ ലോക്കൽസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ഡിയേഴ്സ്. നമ്മൾ മാന്യമായിട്ടൊരു റീലാണ് പുറത്ത് പബ്ലിക്ക് ചെയ്യാൻ വന്നെങ്കിൽ, മറ്റുള്ളവരുടെ ഫ്രെയിമിൽ വന്നിട്ടും ഇല്ലെങ്കിൽ റീലല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വോക്ക് വേ കവർ ചെയ്യണമെങ്കിലും ചെയ്യാം. ആരെയും സ്പെസിഫിക് ആയിട്ട് പോയിന്റ് ചെയ്ത് നമ്മൾ പിടിക്കുന്നില്ലല്ലോ ഒരു വീഡിയോഗ്രാഫിയോ അങ്ങനെ.
അപ്പോൾ അതൊരു വിഷയമുള്ളൊരു കാര്യമല്ല. അപ്പം അങ്ങനെ ഞാൻ നല്ല രീതിക്ക് അയാൾക്ക് പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അയാൾ അവിടെ നിന്ന് വിട്ട്. കാരണം അത്യാവശ്യം എൻ്റെ അടുത്ത് നിന്ന് നേടിപ്പോകത്തില്ലെന്ന് മനസ്സിലായി. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഭയക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അറ്റത്ത് ഇപ്പം ഇരുന്ന ആളാണ് അത് എന്നെനിക്ക് ഞാനിപ്പോൾ അയാളുടെ മുഖം പോലും ഓർക്കാൻ താല്പര്യപ്പെടുന്നു തോന്നുന്നു. അത് ആകസ്മികമായി കവറായതാണ്, അതിനകത്ത് അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ പയ്യനാണെന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ ലോക്കൽസ് ആണെന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ ഇത് തീരെഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ ഈ വോക്ക് വേ. അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മൾ നാക്ക് കൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവർ ചെറുക്കുക. കാരണം നമ്മൾ തന്നെയാണ് നമുക്ക് സെൽഫ് ഡിഫെൻസായി മാറേണ്ടത്. പിന്നെ ഒരുപാട് സോളോ ട്രാവലേഴ്സിനെ എനിക്കറിയാം. നമുക്കും നേടിപ്പോണെങ്കിൽ നമ്മുടെ നാക്ക് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഡിഫെൻസ്. അത് ചുമ്മാ ഇരിക്കുന്ന ഏണിയെ ചൊറിഞ്ഞ് മേടിക്കരുത്. നമ്മുടെ അടുത്ത് പൊഴുതാൻ വന്നാൽ നമ്മൾ നല്ല രീതിയിൽ തിരിച്ച് പറഞ്ഞോളാം. അല്ലെങ്കിലാണ് ഇവന്മാരൊക്കെ നമ്മുടെ തലയിൽ കയറി ഇരുന്ന് DJ കളിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എന്നാലും അങ്ങനെ ആദ്യം ഒരു ഇറിറ്റേഷൻ വന്നില്ല. ഞാൻ സുഖസുന്ദരമായിട്ടൊരു ട്രെൻഡിങ് റീൽ ഇവിടെ അതിൻ്റെ അപ്പുറത്ത് ഈ ഹട്ട് പോലെ ഈ കൂടാരം വലിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ഒരു ടർഫുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ കൂടാരത്തിൻ്റെ ഇപ്പം നിങ്ങളൊരു റൂഫ് പോലെ കണ്ടില്ല, ഒരു ഓട് മേഞ്ഞ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് കോളക്കടവും കാര്യങ്ങൾ. അവിടെയൊക്കെ സൂക്ഷിച്ച് വീഡിയോസ് എടുക്കുക. കുളത്തിൻ്റെ സീനിക് ബ്യൂട്ടി എടുക്കുമ്പോൾ ചേച്ചിമാരും അങ്ങനെയൊക്കെ ഉള്ള ആൻറ്റിമാരും ഒക്കെ അവിടെ തുണി നനയ്ക്കലും ഈ കാര്യങ്ങൾക്കാണ്. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും വിഷയമില്ലാണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല. ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാൻ റീലെടുക്കാൻ പ്രിഫർ ചെയ്യുന്നത്, അത്യാവശ്യം ആളില്ലാത്തിടത്ത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ വീട്ടിൽ പോകുന്നവർ പോകും. ഇതങ്ങനെ പോയ ഒരാളല്ല ഈ ചെറുക്കൻ. അവിടെ കറങ്ങിയാണ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോ അതൊക്കെയാണ്. പിന്നെ അതാ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ രണ്ട് സൈഡും വീടുണ്ട്, വോക്ക് വേ ആണ്. അത്യാവശ്യം നമുക്ക് നല്ല ഉദ്ദേശത്തോടുകൂടി ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിലും സ്ട്രെസ് ഫ്രീ ആക്കണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പ്ലേസാണ്. ഇനി അത് രാവിലെ വ്യായാമം ചെയ്യേണ്ടവർക്കും ചെയ്യാം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാകണമെന്ന ഇതാണ് ടർഫ്. അതിനകത്ത് നമുക്ക് കയറാൻ പറ്റില്ല, ലോക്ക്ഡാണ്. അത് ഗെയിംസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. അതാ ഈ പടിയുടെ താഴോട്ട് നിന്ന് ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അറിയില്ല ചെയ്ത്. ഇവിടെ ഒന്നും ആരുമില്ല. ഇതാ ഞാൻ പറഞ്ഞ അതിൻ്റെ അപ്പുറത്തെ സൈഡ് ആൾക്കാർ കുളിക്കാനൊക്കെ എന്ത് ചെയ്യും, അവിടെ നിന്ന് പടി വെച്ച് ഇറങ്ങാറുണ്ട്. അതിമനോഹരമായ സ്ഥലങ്ങളാണ്. പക്ഷെ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്. മൈഗ്രെയിൻ അങ്ങനെയൊക്കെ ഉള്ളവർ സൂക്ഷിക്കുക. അതായത് ഇവിടെ ഈ സ്പോട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു ടർഫിൻ്റെ ബാഗ് കൊണ്ട് ഒരു റീൽ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ തിങ്. പബ്ലിക് സ്പേസ് ആണെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റീലെടുത്തത്. കണ്ടോ ആ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടോ, അതിൻ്റെ പ്രകൃതി രമണീയമായ ഒരു ലൊക്കേഷനും കാര്യങ്ങളും. ആരുമില്ല, ഗോഡസിന് തന്നെ പൂന്ത് വിളയാടാൻ പറ്റിയ ഒരു വോക്ക് വേ ഉച്ച സമയം. അത്യാവശ്യം ടാൻഡാണ്, എൻ്റെ മുഖം കണ്ടാൽ അറിയാം. സോ എനിക്ക് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ട്രിവാൻഡ്രംകാർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം, സൂക്ഷിച്ചും കണ്ട്. ഓക്കെ, നമ്മൾ ആരെയും താങ്ങണ്ട. നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ റീൽ സ്റ്റാൻഡ് തന്നെ. പിന്നെ നമ്മുടെ ഐഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ പോവുക ചെയ്യുക. എസ്പെഷ്യലി ലേഡീസ് കൂടുതൽ ഒരാളെ താങ്ങുമ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ കൂടുതൽ വരും. അത് പൈസയുടെ ടേംസിലും വേറെ പല വിധത്തിലും. സോ അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. സോളോ ട്രാവലേഴ്സും വ്ളോഗേഴ്സും എല്ലാം ഉയർന്നു വന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ പ്രയത്നിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ സക്സസ്സിലൂടെ കാണിച്ചു കൊടുക്കുക. ഒരു നല്ല വ്ളോഗർ ആവട്ടെ, ഡാൻസർ ആവട്ടെ, സോഷ്യൽ മീഡിയ ആർട്ടിസ്റ്റ് ആവട്ടെ. അങ്ങനെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വ്ളോഗുമായി കാണാം. ടാറ്റ, ബൈ, ലവ് യു ഓൾ. അങ്ങനെ ടാറ്റ, ബൈ. നിർമ്മങ്കര ആനങ്കൽ വോക്ക് വേ. ഗോഡസിൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ സ്ഥലത്തോട് വിട പറയുന്നു. അങ്ങനെ ഞാൻ റീലെടുത്തൊരു അതിമനോഹരമായ ഒരു നോർമൽ ഡ്രസ്സാണ്. കാരണം ഞാനൊരു ചെറിയൊരു നോർമൽ പർപ്പസിനാണ് വന്നത്. ഈ ഡ്രസ്സിൻ്റെ മനോഹരത കണ്ടോ. അപ്പോൾ ഡ്രസ്സല്ല, മനുഷ്യൻ്റെ ചിന്താഗതിയാണ്. നമുക്ക് ഏത് ഡ്രസ്സ് വേണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടാം.